വൈകിട്ട് കാർ ഇറങ്ങുക, കപ്പലിൽ വന്ന് കാർ ഇറങ്ങുക. അപ്പോ അത് ഒരു മറ്റേ എന്തായിരുന്നു, അപ്പുറത്തേക്കുള്ള ആരോ ഒന്ന് കുറുമ്പി അമ്മയുടെ അടുത്ത് പറഞ്ഞു, മറ്റേ ഇവിടെ കാർ ഇറങ്ങുവാണ്, മൂപ്പൻ സാഹിബിന്റെ കാറാന്ന് പറഞ്ഞു. അപ്പൊ കുറുമ്പിയമ്മയ്ക്ക് ഒരു കൊതി കാണാനായിട്ട് കാറിന്. അപ്പൊ മറ്റേ മറ്റേ നെയ്ബർ വിളിച്ച് വരലുണ്ടോന്ന് കുറുമ്പിയമ്മയുടെ അടുത്ത്. അപ്പൊ കുറുമ്പിയമ്മ പറഞ്ഞു, ഇല്ല പൊക്കോളൂ. മറ്റേ റൈറ്ററുള്ള കുറുമ്പിയമ്മയുടെ മോൻ മോൻ വരുന്നത് വരെ കുറുമ്പിയമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അനുവാദം ചോദിക്കാതെ പോവാൻ പാടില്ലായിരുന്നു. അപ്പോ ഉച്ച വരെ നോക്കി നിന്നു, എന്നിട്ടും വന്നില്ല. വൈകിട്ടായപ്പോ മോൻ വന്ന് കേറിയിരുന്നു. അപ്പൊ തന്നെ കുറുമ്പിയമ്മ ചോദിച്ചു, ഞാൻ മൂപ്പൻ സാഹിബിന്റെ കാറ് കാണാനായിട്ട് പൊക്കോട്ടേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വൈകിട്ടായില്ലേ. അപ്പോ എന്തോ മതി. അപ്പോ നമ്മുടെ കേരളത്തില് പണ്ട് ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട്, അറിയാമോ, പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ആ ഫ്രഞ്ചുകാർ വന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മയ്യഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എം മുകുന്ദൻ അവിടുത്തെ ഒരു നാട്ടുകാരനായിട്ടാണ് കഥ അവതരിപ്പിക്കുന്നത്. ഓക്കെ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ 1974 ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ. അപ്പോ പാമ്പ് കടിയേറ്റു മരിച്ച കേളുവച്ചന്റെയും കുറുമ്പി അമ്മയുടെയും മകനായിരുന്നു ദാമു. അപ്പൊ ദാമു എങ്ങനെയാ മരിക്കുന്നത്? പാമ്പ് കടിയേറ്റ് മരിച്ചതാണ് നമ്മുടെ കുറുമ്പി അമ്മയുടെ മകനായിട്ടുള്ള ദാമു. കുറുമ്പിയമ്മയുടെ മകനായിട്ടുള്ള ദാമു അല്ലാതെ കുറുമ്പിയമ്മന്റെ ഭർത്താവല്ലേ മരിച്ച പാമ്പ് കടി ഏറ്റ്? കേളുവച്ചന്റെയും കുറുമ്പി അമ്മയുടെയും മകനായിരുന്ന ദാമു റൈറ്ററുടെ മകനാണ് ദാസൻ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ദാസൻ ആരാ? പ്രധാന കഥാപാത്രം. ഓക്കെ. ദാസന്റെ കാമുകി ആരാ? ദാസൻ പ്രണയിക്കുന്ന ആളാരാ? ഗിരിജ. ആരാ? ഗിരിജ. ഗിരിജയാണോ ചന്ദ്രികയാണോ? ചന്ദ്രിക. ചന്ദ്രിക. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുറുമ്പി അമ്മ എന്ന് പറയുന്നത് ദാസന്റെ മുത്തശ്ശിയാണ്. ഓക്കെ. ദാസന്റെ മുത്തശ്ശി. ദാസന്റെ അച്ഛനാണ് ദാമു. അപ്പൊ ദാമു ആണ് എങ്ങനെ മരിക്കുന്നത്? പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആ ചാപ്റ്റർ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ടെക്സ്റ്റ് നോക്കി ഒന്ന് വായിക്കാമോ? വായിച്ചോ. പണ്ട്, അതായത് ദാസന്റെ പിറവിക്ക് മുമ്പ്, അന്ന് വിശാലമായ റൂട്ട് റെസിഡാംസ് നിരപ്പില്ലാത്തതും കുടുസുമായ ഒരു നിരത്തായിരുന്നു. റൂട്ട് ലാംപിസോം, റൂട്ട് ഗുവർനാം തുടങ്ങിയ മറ്റു നിരത്തുകളും അതുപോലെ തന്നെയായിരുന്നു. പാതാറിൽ കടലിനെയും പുഴയെയും കരയുമായി വേർതിരിക്കുന്ന വെളുത്ത മതിലോ അതിനരികിൽ അണിനിരന്നു നിന്നു. സമുദ്രത്തെയും നദിയെയും പ്രകാശിപ്പിക്കുന്ന വൈദ്യുത വിളക്കുകളോ അന്നുണ്ടായിരുന്നില്ല. റോഡ് ലെഗീബ്സ്, റോഡ് റെസിഡാംസ് തുടങ്ങിയ പ്രധാന നിരത്തുകളിൽ മാത്രം വളരെ ദൂരം ഇടവിട്ടു നാട്ടിയ മരക്കാലുകളിൽ എണ്ണവിളക്കുകൾ മുടിഞ്ഞു കത്തുമായിരുന്നു. പാതിരാവിന് മുമ്പ് തന്നെ കലംതിരി കെട്ടു മയ്യയെ ഇരുട്ടിൽ